ഗൈസ് സമയം രാത്രി ഇപ്പോൾ 12:30 നമ്മൾ ട്രാവലർ റെഡിയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ പാക്ക് ചെയ്ത് ബാക്കിൽ വെച്ച് ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് കയറാൻ വേണം. നമ്മളെവിടെ പോണ? വയനാട്. അപ്പൊ ഗൈസ് വയനാട് എത്തിയിട്ടില്ല. അങ്ങനെ രാത്രി 12:30 സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ജേണി ഇപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും എത്തി നിൽക്കുന്നത് ലക്കിടി വ്യൂ പോയിന്റിലാണ്. വയനാട് ജില്ലയിൽ കയറി നമ്മൾ ചുരമൊക്കെ കയറി ലക്കിടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കയറി വന്ന ചുരവും എല്ലാം കാണാം. അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ ഒരു പകുതി പാർട്ടോളം നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് നാൾക്ക് ശേഷമാണ് യൂട്യൂബിലേക്ക് ഞാൻ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ലക്കിടി വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ബാനാസുര സാഗർ ഡാമിനാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാവലർ ഇത് മേളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ ആ മേളിൽ കാണുന്നതാണ് ബാനാസുര സാഗർ ഡാം. ഒരുപാട് സോളാർ പാനലൊക്കെ വെച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ബാനാസുര സാഗർ ഡാമിലാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. ഫൈനലി നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് വന്നത്. ഇവിടെ കയറിയപ്പോഴത്തേക്കും അടച്ച് ചെത്തുണ്ട്. അറ്റത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇത്രയും ചൂടുള്ള ഈ വെയിലത്ത് താഴെ നിന്ന് മുകളിൽ വരെ കയറി വരാമെന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല. ശരിക്കും ടയേർഡാവും ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ പോലെ തന്നെ വലിയ ചൂട് കുറവാണ് അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയൊന്നുമില്ല. നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നത്. നമുക്ക് റിസർവോയിലേക്ക് നോക്കി തന്നെ കാണാൻ പറ്റും. കാരണം വെള്ളത്തിൻ്റെ ഇത് കണ്ട അത്രയും ലെവൽ കുറവാണ് വെള്ളം ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ സിപ്പ് ലൈനും പിന്നെ അതേപോലെ കളിക്കാൻ പറ്റിയ കുറച്ച് ചെറിയ ഏരിയ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഡാമിൻ്റെ ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വെള്ളം ഇല്ലാത്ത കാരണം ഇത് തുറക്കാറില്ല. അത് കണ്ട നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ശരിക്കും വറ്റി വരേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോപ്പായിട്ട് ഫുൾ ഗ്രീനറിയാണ്. ഒരുപാട് പുല്ല് പിടിപ്പിച്ചേക്കുന്നു ഇവിടെ നല്ല രീതിയിൽ. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. പിന്നെ തൊട്ടപ്പുറത്തെ സൈഡ് ഒരു മൗണ്ടൈനീസ് ഏരിയയായിരുന്നു. ഒരുപാട് മലകളും പർവ്വതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ ഡാമിൽ സോളാർ വെച്ച് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ഇലക്ട്രിസിറ്റി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ സോളാർ പാനൽ നേരെയായിരുന്നു. അത് കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല തണലുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കൂടെ നടക്കാനായിട്ട്. അങ്ങറ്റ താഴെ നിന്നാണ് നമ്മൾ മുകളിൽ ഇവിടം വരെയും വന്നത്. ശരിക്കും നല്ലൊരു ദൂരം തന്നെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു 2-3 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട് ഈ ഡാമിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ ഡാമിൻ്റെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് ട്രാവലർ അവൈലബിൾ ആണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രാവലർ അവൈലബിൾ ആണ്. നമ്മുടെ ഡാമിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാന്തമ്പാറ വെള്ളച്ചാട്ടമാണ്, വാട്ടർഫോൾസ്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. സംഭവം വെള്ളച്ചാട്ടം താഴേക്ക് അങ്ങോട്ട് പോകണം. അതായത് കുളിക്കാനുള്ള തോർത്തും പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. യെസ്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിലേക്ക് താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പാറയമ്മ കൂടെ താഴേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെള്ളമില്ലാത്ത സമയമാണ്. ശരിക്കും വെള്ളം കുറവാണ് ഇപ്പോഴുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാറയിലേക്ക് ഒരുപാട് പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ശരിക്കും കുറവുണ്ട്. അപ്പോൾ കാരണം നമുക്ക് എല്ലാവർക്കും അടിയിലായിട്ട് ഇറങ്ങാൻ പറ്റും. ചെറിയ പിള്ളേർക്കാണെങ്കിലും ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡാമിൽ ഇറങ്ങിയായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ആണുങ്ങൾ കുറേ പേര് ഡാമിൽ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് മന്തി കഴിച്ചത് ഞങ്ങൾ എല്ലാവരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫൈനലി ഗൈസ് വി ആർ അറ്റ് അവർ ഹോം. ഇതാണ് നമ്മുടെ റിസോർട്ട് ഒരു ഹെറിറ്റേജ് സ്റ്റേ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് വന്നിരിക്കുക. നമ്മൾ എത്തിയേക്കുന്നത് സ്വസ്ഥ ഹോം സ്റ്റേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ കാണാം. അപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് നമുക്ക് ക്രിക്കറ്റും ഷട്ടിലും അതേപോലെ ഒരുപാട് ബാഡ്മിൻ്റൺ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി അതൊക്കെ വെച്ച് കളിച്ച് നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടെ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോയി കിടന്ന് ഇനി അപ്പോൾ നമുക്ക് നാളെ കാണാം. സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് കാണാം. ഓക്കെ ബൈ.